ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ മറന്നു കിടക്കുന്ന വീഡിയോ. അപ്പോൾ ഇന്നൊന്ന് സൈറ്റിൽ മറന്നു കിടക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പാടി പറഞ്ഞ സ്ഥലത്തിലാണ് മറന്നു കിടക്കാന്നല്ല, അച്ഛനാണ് പോയിട്ടുണ്ടായത്. ഞാൻ ഫ്രീ ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ പോകും. അങ്ങനെ ഇന്ന് ഞാനാ പോകുന്നത്. അപ്പോൾ ഫൈബർ തോട്ടിലാണ് മറന്നു കിടക്കുന്നത്. ഞങ്ങൾ കയറിയൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഇതാണ് ഫസ്റ്റ് ഫൈബർ തോട്ടി 60 ഫീറ്റിൻ്റെ. രണ്ടാമത്തെ തോട്ടി കൂടി ഉണ്ട്. അപ്പോൾ അതെടുക്കുന്നില്ല, ഇന്ന് അതിൻ്റെ പണിക്ക് ആളില്ല. അങ്ങനെ ഒന്നാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വണ്ടിയെല്ലാം സ്റ്റാർട്ടാക്കി അങ്ങനെ പുറപ്പെട്ടു. അങ്ങനെ ഇതെല്ലാം എൻ്റെ സാധനങ്ങളാണ് ഈ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് ഞങ്ങളെ ഓഫ് റോഡ്. ഇതൊന്ന് ഓഫ് റോഡ് എന്ന് തന്നെ പറയാം. അങ്ങനത്തെ റോഡാണ് ഇതെല്ലാം. അങ്ങനെ ഇവിടെ ഒന്നും ഡാമറൊന്നും ഉണ്ടാവില്ല. ഇത് പഞ്ചായത്ത് റോഡാണ്. അങ്ങനെ എല്ലാവർക്കും ആയി. അങ്ങനെ ഇതിലേ കൂടി പോകണം. പ്രകൃതി രമണീയമായിട്ടുള്ള റോഡാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള റോഡായിട്ടല്ല. അങ്ങനെ മുകളിലോട്ടെത്തി. ഇതാണ് ആ തോട്ടി പിടിക്കുന്ന ആള്. അയാളാണ് മറന്നു കിടക്കുന്നത്. അങ്ങനെ ഇത് പാടി പറഞ്ഞ സ്ഥലമാണിത്. ഇത് പാടിയാണിപ്പോൾ. ഇതിൽ കുറച്ച് താഴോട്ട് പോകണം. പിന്നെ ഇതാണ് സൈറ്റ്. ഇതാണ് ഇളക്കാനുള്ളതെന്ന്. അങ്ങനെ മെഷീനെല്ലാം സെറ്റാക്കി അങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇടത്തുന്ന ചെക്കന ഇതേ ഈ സൈറ്റിൻ്റെ ഒന്ന് ആളെ മോന, ഈ സൈറ്റിൻ്റെ മുതലാളിൻ്റെ മോന. അങ്ങനെ അവിടെ ഇളക്കുന്നുണ്ട്. ഞാൻ അടുത്തേക്ക് പോയിട്ട് കാണിക്കാം. ഇങ്ങനെയാണ് ഇളക്കുന്നത്. ഇത് ഇത്ര അല്ല, ഇനിയും നീളാകും. 60 ഫീറ്റ് വരെ പോകും. ചെറുതിനെല്ലാം ഇങ്ങനെ ഇളക്കും. വലുത് വന്നെങ്കിൽ ലോക്ക് തുറന്നിട്ട് വലുതാക്കും. ഇങ്ങനെ എല്ലാം ബെണ്ടാക്കിയിട്ടെല്ലാം ഇളക്കുക. നല്ല കയറിയിട്ട് ഇളക്കുന്നതായിട്ട് ഇതാണ് സൗകര്യം. അടുക്ക കൊലയ്ക്ക് നല്ല പാങ്ങ് ചെണ്ടാകും. അങ്ങനെ ഇത്രയെല്ലാം നീളാക്കാൻ കഴിയും. ഇനിയും നീളാക്കാൻ കഴിയും. ഇപ്പോൾ 60 ഫീറ്റിൻ്റെ തോട്ടിക്ക് 60,000 ഉറുപ്പ്യ എല്ലാം ഉണ്ട്. 70 ഫീറ്റിൻ്റെ തോട്ടിക്ക് 70,000 ഉറുപ്പ്യ. ഇപ്പോൾ എന്തോ കുറഞ്ഞെന്നെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെ കറണ്ട് പോയി. അങ്ങനെ ഞങ്ങളെ പെട്രോളിൻ്റെ മോശം അതിന് ഫിറ്റാക്കി. ഞങ്ങളത് 2-in-1. ഇത് മൈൽത്തുത്തും സുണ്ണയും മിക്സാക്കിയ വെള്ളമാണ്. അങ്ങനെ അവിടെ ഇളക്കുന്നുണ്ട്. ഇത് ലോക്കാണ്. അങ്ങനെ ഈ ലോക്കെല്ലാം തുറന്നിട്ട് ഇങ്ങനെ പൊന്തിക്കും. പിന്നെ ആ ലോക്ക് അടിച്ച് വെക്കും. അങ്ങനെ അങ്ങനെ ലോക്ക് അടിക്കും. ഇങ്ങനെ പൊന്തിച്ചിട്ട് അവിടെ വെക്കും. കുണ്ടിലെ സ്ഥലത്തിലെല്ലാം ആയെങ്കിൽ നല്ല സുഖത്തിൽ ലോക്ക് പൊന്തിച്ചിട്ട് പൊന്തിക്കാൻ കഴിയും. അധികം വെയിറ്റൊന്നുമില്ല. വെള്ളമെല്ലാം ചേരുമ്പോഴത്തേക്ക് 4 കിലോ എന്തോ വരുന്നില്ലതാ. അങ്ങനെ എന്തോ ഇല്ലതാ. തൂക്കിയെല്ലാം നോക്കിയിട്ടില്ല നിങ്ങൾ. അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് എത്ര കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. കുറവാണ്. 5-ൻ്റെ താഴെന്ന് പറഞ്ഞിട്ടുണ്ട് കമ്പനിയിൽ നിന്ന് കൊടുക്കുമ്പോൾ. ഇങ്ങനെ ലോക്ക് എടുക്കും, പൊന്തിക്കും. അധികം ലോക്ക് കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും കുണ്ടിലെ സ്ഥലത്തിലെല്ലാം വെച്ചിട്ട് പൊന്തിക്കും. അങ്ങനെ പൊന്തിച്ചിട്ട് പിന്നെ ഇളക്കും. പിന്നെ ചെറുതാക്കും, കൊണ്ടുപോകും, രണ്ടാമത് വലുതാക്കും. പഠിച്ചെങ്കിൽ ഇതാണ് എളുപ്പം. നല്ല പാങ്ങ് കോലമെല്ലാം ചെണ്ടാകുന്നുണ്ട്. വീഡിയോത്തിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇതിന് 60,000 ഉറുപ്പ്യ എന്തായെന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഒന്ന് ലോക്കിന് തന്നെ 500 ഉറുപ്പ്യ 1000 ഉറുപ്പ്യ എല്ലാം ഉണ്ട്. ജസ്റ്റ് ഒന്ന് ലോക്കിന് തന്നെ. പിന്നെ ഇതിൻ്റെ പൈപ്പിന് ഒന്ന് സിംഗിൾ പൈപ്പിന് 5,000 ഉറുപ്പ്യൻ്റെ അടുത്തെല്ലാം ഉണ്ട്. ഒന്ന് സിംഗിൾ പൈപ്പിന്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയല്ല റേറ്റ്. ഫൈബർ ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയല്ല റേറ്റ് വരുന്നില്ലത്. പിന്നെ അതിൻ്റെ പൈപ്പ്, മറന്നു പോകുന്ന പൈപ്പ്, അങ്ങനെയൊക്കെ. സിംഗിൾ പൈപ്പിന് അതിന് ഒന്നൊന്ന് ലെങ്ത്തിന് വേറെ വേറെ രീതിയിലാണ്. ഫസ്റ്റ് ലെങ്ത്തിന് 5,000, പിന്നെ അടുത്ത ലെങ്ത്തിന് 6,000, അങ്ങനെ കൂടി പോകുന്നുണ്ട്. ലാസ്റ്റുള്ള ലെങ്ത്തിനെല്ലാം 10,000 ഉറുപ്പ്യകളുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിനെ നേരാക്കണമെങ്കിൽ അത്ര തന്നെ പൈസയും കൂടി വേണം. അല്ല, ഇതിനെ നേരാക്കാൻ നല്ല കഴിയും. അങ്ങനെ അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പല ഇതിലും അത് തോട്ടി പൊട്ടാകും. എങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ, ഞങ്ങൾ തോട്ടിയിൽ താഴെ കാല് വെച്ചില്ലെങ്കിൽ അത് സ്ലിപ്പായിട്ട് കറണ്ടിൻ്റെ വയറിൻ്റെ മുകളിൽ വീണ് പോയെങ്കിൽ, 2 വയർ ടച്ചായെങ്കിൽ, 2 വയറും തോട്ടിക്ക് ടച്ചായെങ്കിൽ ഷോർട്ടായിട്ട് കട്ടാകും. അത് ഫൈബറിൽ എന്തോ മെറ്റലിൻ്റെ ഇതുണ്ട്. അങ്ങനെ പിന്നെ വേറെ എന്തെന്ന് പറഞ്ഞെങ്കിൽ, ഈ മയിൽത്തുത്തു സുണ്ണെല്ലാം
കൊണ്ട് ഡോട്ടിക്ക് കുറച്ച് ശക്തി കുറവാകും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തേയ്മാനം വന്നിട്ട് ഡോട്ടി കേടാവുന്നുണ്ട്. ഡോട്ടി എങ്ങനെയാണ് കേടാവുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഈ മയിൽത്തുത്ത് സുണ്ണെല്ലാം കൊണ്ടപ്പാട് അത് തേയ്മാനം വന്നിട്ട് ലോക്ക് ലൂസായി പോകുന്നുണ്ട്. പിന്നെ അത് ടൈറ്റാക്കാൻ കഴിയൂല. അപ്പോൾ ടൈറ്റാക്കാൻ കഴിയുന്നില്ല പറഞ്ഞെങ്കിൽ ലോക്ക് ഇട്ടപ്പാട് ആ പൈപ്പ് പൈപ്പ് പൊന്തിച്ച പൈപ്പ് താഴ്ന്നു പോകും, നിൽക്കില്ല മുകളിൽ. അപ്പോൾ അതിനെ ചേഞ്ച് ആക്കേണ്ടി വരുന്നു. അങ്ങനെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണണമെങ്കിൽ എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് വെക്കണേ, കമൻറ്റ് കൂടി ചെയ്യണേ. എൻ്റെ മലയാളത്തിൻ്റെ കുറിച്ചിട്ടെല്ലാം കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. ഇനി എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഉണ്ട്, അപ്പോൾ അതിൽ കൂടി ഒന്ന് ഫോളോ ആക്കി വെക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.